ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ജലദോഷം ഇത് മാറിയില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാനിന്ന് രാവിലെ ചായക്ക് കടി ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ചേമ്പുണ്ട്, അപ്പോൾ ചേമ്പ് പുഴുങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചേമ്പ് പുഴുങ്ങാമെന്ന് വിചാരിച്ച്, അത് ഒരു വെറൈറ്റി ആയിട്ടാട്ടോ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നോക്കാട്ടോ. ഞാൻ ഒക്കെ നേരത്തെ ചെയ്ത് വെച്ചു കേട്ടോ, അതൊന്നും വീഡിയോ പിടിച്ചില്ലേ. നമ്മൾ ചേമ്പുണ്ടല്ലോ, എന്താ പറയുക, ചീമച്ചേമ്പെന്നോ ലാത്തിച്ചേമ്പ് അങ്ങനെ എന്തോ ഒക്കെ പറയില്ല, പലയിടത്തും പല പേരാ. ആ ചേമ്പ് ഇതാ നമ്മൾ കപ്പ പുഴുക്കിന് ചെറുങ്ങനെ നുറുക്കൂലേ, അതുപോലെ ഞാൻ നുറുക്കിയിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ചേമ്പ് വെന്തിട്ടുണ്ട്. നുറുക്കുന്നതും നന്നാക്കുന്നതും ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ ഇന്നലെ എനിക്ക് വയ്യാത്തത് കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ നേരം പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇന്നലെ തന്നെ രാത്രി തന്നെ നന്നാക്കി നുറുക്കി കഴുകി വേവിച്ച് വെച്ചതാട്ടോ ഇത്. അപ്പോൾ പകുതി വേവിച്ച് വെച്ചാൽ എന്നിട്ട് ഞാനിപ്പോൾ ബാക്കിയും കൂടെ വേവിക്കുകയാണ്. ഇനി നമ്മൾ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, അപ്പോൾ വെന്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എല്ലാവരും വെറുതെ പുഴുങ്ങിയാണ് അത് കഴിക്കാറ്, പിന്നെ അരപ്പിട്ട് പുഴുങ്ങി കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടോ എനിക്കറിയില്ല. കഴിച്ചിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ടുള്ളവർ അത് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. അടിപൊളിയാണോ എന്ന്. അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് കാന്താരി മുളക്, നല്ല പഴുത്ത മുളകായതുകൊണ്ട് ചേമ്പിനൊക്കെ വേഗം എരിവ് പിടിക്കും. 2-3 മുളക് ഇടുമ്പോഴേക്കും നല്ല എരിവാണ്. അപ്പോൾ ഞാൻ 2-3 കാന്താരി മുളക്, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു തണ്ട് കരിവേപ്പില. അപ്പോൾ ഇത് നല്ലോണം ചതച്ചിട്ട് ഇത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മളിത് അതിലേക്ക് വേണ്ട ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് അതിലേക്കിതാ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ അടുപ്പത്ത് വെച്ചേക്കുന്ന ചേമ്പിലേക്കിടും. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, താമസം. അതങ്ങോട്ട് അതിലേക്ക് ചാടുന്നുമില്ലല്ലോ. പോവാ. അപ്പോൾ എന്നിട്ട് തീ അങ്ങ് ഓഫാക്കാം. എന്നിട്ടിത് നല്ലോണം ഇളക്കി അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഒരു തണ്ട്, ഇതിലേക്ക് ഇനി നമ്മളൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഇന്നത്തെ സ്പെഷ്യല് ചേമ്പ് പുഴുക്കായിട്ടാണ്. ഇത് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യുക. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് പകരം ഇതിനകത്ത് തന്നെ വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടെ ചതച്ചത് ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് എനിക്ക് വ്യാഴാഴ്ച നോമ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇപ്പോൾ ചോറിന് കറിയൊന്നും വെച്ചിട്ടില്ല. അതിന് ഞാൻ കറി വെക്കാത്ത ദിവസം ഞാൻ ഉണ്ടാക്കുന്നില്ല. അമ്മൂന് ഇന്നലെ വാങ്ങിയ ചിക്കൻ്റെ കറി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് കറി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, നമ്മുടെ കടേൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നല്ല അടിപൊളി രാവിലെ നല്ല മഞ്ഞ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞ. അപ്പോൾ മുറ്റത്ത് രാവിലെ തന്നെ മുൻഭാഗത്ത് നിറച്ചതുണ്ടോ. ഇന്നിപ്പോൾ കുറവാണ്, അല്ലേ എന്നും നിറച്ചുണ്ടാവും അടിച്ചു വാരി കളയാൻ ചാമ്പങ്ങ. പിന്നെ വാവൽ രാത്രി വന്നിട്ട് മൊത്തം ഇതുണ്ടോ, ഉണ്ടോ, നല്ല പഴുത്ത് തുടുത്തിരിക്കുന്നത്. ഞങ്ങളിതൊന്നും പറിച്ചിരുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ചാമ്പങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉപ്പും മുളക് പൊടിയും കൂടെ കൂട്ടി നല്ലോണം തിന്നുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പുളിയുള്ള സാധനങ്ങളൊന്നും തിന്നൂടാ. എൻ്റെ പല്ല് പുളിച്ചിട്ട്
എനിക്കൊരു സാധനം വായിൽ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കണ്ട് കൊതിച്ചിരിക്കും. ഇത് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്. കണ്ടോ ഇത് രസമല്ലേ പഴുത്ത് ഇങ്ങനെ ഇതാക്കുന്നത്. പക്ഷേ ഈ മരം നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം രാത്രി വാവൽ വന്ന് തുള്ളി 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 മൊത്തം ചാടിക്കും. ഇപ്പം ആ കഥയുള്ളൂ, കാണാനില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെച്ചാൽ ഉണ്ട്. പിന്നെ അവിടെ ഒരു മരമുണ്ട്, 2 മരമുണ്ടേ. അതാ അതിൽ പിന്നെ പഴുത്ത് വരുന്നേ ഉള്ളൂ. വേണ്ട, മൊത്തം പച്ച പഴുത്ത് വരുന്നേ ഉള്ളൂ നിറച്ച്. അങ്ങനെ ഇന്നലെ ഇവിടെ ഒരു തെങ്ങുണ്ട് കേട്ടോ. ആ തെങ്ങ് നമുക്കൊരു തെങ്ങേ ഉള്ളേ. അതിൽ അത്യാവശ്യം കായുണ്ട്. ഒരു തെങ്ങ് 10-40 തേങ്ങയൊക്കെ കിട്ടും. തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തേങ്ങ പെറുക്കലായിരുന്നു പണി. പെറുക്കി ഒരു ചാക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പ് എന്തായി എന്ന് പോയി നോക്കാം കേട്ടോ. ഞാനെന്ത് വിചാരിച്ചെന്നറിയാം, നമ്മുടെ അവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നല്ല അടിപൊളി സാമ്പാർ കിട്ടും. നല്ല വറുത്തരച്ച് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന ഐറ്റാറ് സാമ്പാർ കിട്ടും. 20 രൂപയ്ക്ക് വാങ്ങിയാൽ കുറേ ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എനിക്ക് കറി അത് വാങ്ങാമെന്ന്. അമ്മൂന് ഉച്ചയ്ക്ക് ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പം സാമ്പാർ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചേമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചേമ്പ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. പിന്നെ എല്ലാവർക്കും ഒന്നും ചേമ്പ് ഇഷ്ടമാവണമെന്നില്ലല്ലോ. ചേമ്പ് ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക് കേട്ടോ. ചേമ്പ് ഇറക്കി ഞാൻ മൂടി വെച്ച് കുറച്ച് നേരം ഇരുന്നപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പം നിങ്ങളും ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.